ഹരി ഓം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പ്രണാമം. മനുഷ്യ മനസ്സെപ്പോഴും പുതിയ കാര്യങ്ങൾ അറിയാനും കാണാനും അത്യന്തം ഉത്സാഹമുള്ള ഒന്നാണ്. നാം ഒരു യാത്ര ചെയ്യുമ്പോൾ തന്നെ പുതിയ കാര്യങ്ങൾ കേൾക്കാൻ, അറിയാൻ എത്രമാത്രം താല്പര്യമാണ് നമ്മുടെ മനസ്സിന്. ഇത് തന്നെയാണ് നമ്മുടെ മനുഷ്യ മനസ്സിന് പുതിയ കാര്യങ്ങൾ കണ്ടെത്താൻ കഴിവ് നൽകുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ചരിത്രങ്ങളിലും പറഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളിലേക്കുള്ള യാത്ര, അതിലെല്ലാം എഴുതി വച്ചിരിക്കുന്ന പോലുള്ള ഒരു ദൈവീകത നേരിട്ട് അനുഭവിക്കാൻ എല്ലാ മനസ്സിനും വലിയ താല്പര്യമുണ്ട്. യാത്ര ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരുമില്ല. ഒന്നിച്ചുള്ള യാത്ര, അതും ഒരേ മനസ്സോടുകൂടിയിട്ടുള്ള യാത്ര, നാം ഭൗതികമായി എല്ലാം മറന്ന് ഒരാത്മീയ അനുഭൂതിയിൽ ലയിച്ച് ദൈവീകമായ അനുഭവങ്ങൾ നേടിയെടുക്കുന്ന യാത്ര. ഞാൻ നിങ്ങളെല്ലാവരെയും ഭക്തി ആദരവോടെ ക്ഷണിക്കുകയാണ് 2026 നവംബർ 11 മുതൽ നവംബർ 18 വരെ നീണ്ടു നിൽക്കുന്ന ഒരു തീർത്ഥയാത്രയിലേക്ക്. ഈ തീർത്ഥയാത്രയിൽ നാം സന്ദർശിക്കുന്ന സ്ഥലങ്ങൾ പുരാണങ്ങളിലൊക്കെ പ്രസിദ്ധമായ, ഇന്നത്തെ ഒന്ന് ജാർഖണ്ഡിലെ ഏറ്റവും പ്രസിദ്ധമായ വൈദ്യനാഥ ശിവക്ഷേത്രം. 12 ജ്യോതിർലിംഗങ്ങളിൽ പ്രസിദ്ധമായ ഒന്നാണ് ജാർഖണ്ഡിലെ ദേവഗർ, ദിയോഗർ എന്നൊക്കെ പറയുന്ന സ്ഥലത്തുള്ള വൈദ്യനാഥ ശിവക്ഷേത്രം. ഈ ശിവക്ഷേത്രത്തിന് മറ്റ് ജ്യോതിർലിംഗങ്ങൾക്ക് ഇല്ലാത്തൊരു പ്രത്യേകത ഉണ്ട്. പുരാണത്തിലെ ഒരു കഥയിൽ നിന്ന് രൂപപ്പെട്ടതാണ് ഈ ക്ഷേത്രം. പുരാണത്തിലെ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലങ്കാധിപതിയായ രാവണൻ വലിയ പരമശിവഭക്തനായിരുന്നു. അദ്ദേഹം കൈലാസത്തിലെത്തി താൻ തന്നെ രചിച്ച ശിവതാണ്ഡവ സ്തോത്രം ചൊല്ലി ശിവനെ പ്രീതിപ്പെടുത്തി. അത്യന്തം സന്തുഷ്ടനായ പരമശിവൻ ഏറെ പ്രീതിയോടുകൂടി അദ്ദേഹത്തിന് ഒരു ശിവലിംഗം കൊടുത്തു എന്നാണ്. എന്നിട്ട് പറഞ്ഞു, ഈ ശിവലിംഗം നീ വേറെ എവിടെയും വെക്കരുത്, ഇത് ലങ്കയിൽ തന്നെ കൊണ്ടുപോയി സ്ഥാപിക്കണം, എൻ്റെ അനുഗ്രഹം അനുസ്യൂതം നിന്റെ കൂടെ ഉണ്ടാവുന്നു. അങ്ങനെ ആ ശിവലിംഗവുമായിട്ട് രാവണൻ ലങ്കയിലേക്ക് യാത്ര ചെയ്യാണ്. പോകുന്നത് ജാർഖണ്ഡിലുള്ള ദേവഘർ എന്ന് പറയുന്ന, ദിയോഗർ എന്ന് പറയുന്ന സ്ഥലത്തിലൂടെയാണ്. അപ്പം അവിടെ എത്തിയപ്പോഴേക്കും രാവണന് വൈകുന്നേരമായി. അപ്പം അദ്ദേഹത്തിന് സന്ധ്യാവന്ദനം ചെയ്യാൻ ഈ ശിവലിംഗം എവിടെയെങ്കിലും വെക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം അത് ഭൂമിയിൽ ഉറച്ചു പോകും, പിന്നെ കിട്ടില്ല. അപ്പം ഈ ശിവലിംഗം എന്ത് ചെയ്യും? അപ്പോഴാണ് അവിടെ പശുവിനെ മേയിച്ചുകൊണ്ടിരുന്നൊരു കുട്ടിയെ കാണുന്നത്. കുട്ടിയെ വിളിച്ചു, അടുത്ത് വരാൻ പറഞ്ഞു. എന്നിട്ട് ഈ ശിവലിംഗം ഏൽപ്പിച്ചു. കുട്ടി പറഞ്ഞു, ഞാൻ കുറച്ച് നേരെ കാത്തിരിക്കുള്ളൂ, അത് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പാട്ടിൽ പോകുന്നു. ഇദ്ദേഹം സന്ധ്യാവന്ദനത്തിനൊക്കെ പോകുന്നു. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇദ്ദേഹത്തിൻ്റെ പ്രാഥമിക കൃത്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പോയി. അതൊക്കെ കഴിഞ്ഞ് സന്ധ്യാവന്ദനമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്കും ഏറെ വൈകിപ്പോയി. തിരിച്ചു വന്നപ്പോൾ കുട്ടിയെ കാണുന്നില്ല. ആ ശിവലിംഗം അവിടെ വെച്ച് കുട്ടി പോയിട്ടുണ്ട്. രാവണന് ഏറെ ദുഃഖവും സങ്കടമൊക്കെ. രാവണൻ ആ ശിവലിംഗത്തിൽ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞ് നീണ്ടു നിവർന്ന് നമസ്കരിച്ചു. ഭഗവാൻ പറഞ്ഞു, ഞാൻ ഇനി ഇവിടെയാണ് എൻ്റെ സാന്നിധ്യം ഉണ്ടാവുക. അങ്ങനെ രാവണൻ തിരിച്ചുപോയി. ആ സ്ഥലമാണ് പിൽക്കാലത്ത് ഏറ്റവും പ്രസിദ്ധമായ വൈദ്യനാഥ ശിവക്ഷേത്രമായി മാറിയത്. ഈ ശിവക്ഷേത്രത്തിൻ്റെ പ്രത്യേകത, സാക്ഷാൽ പരമശിവനാൽ നൽകപ്പെട്ട ശിവലിംഗം, അത് സ്ഥാപിക്കുന്നതാവട്ടെ പരമശിവപുത്രനായ ഗണപതി ഭഗവാനായിരുന്നു ആ പശുവിനെ മേയിച്ച ഒരു കുട്ടിയായി വന്നത് എന്നാണ്. അപ്പം ആ സ്ഥലത്ത് ശിവചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമായിരുന്നു അത്രേ. അതുകൊണ്ടായിരുന്നു അത്രേ അവിടെ ആ ശിവലിംഗം പ്രതിഷ്ഠിക്കാനുള്ള കാരണം. ഏതായാലും ആ ക്ഷേത്രത്തിൻ്റെ പേര് തന്നെ വൈദ്യനാഥ ശിവക്ഷേത്രം എന്നാണ്. പല ആളുകളുടെയും പല രോഗങ്ങളും അത്ഭുതകരമായി മാറുന്നത് കൊണ്ടാണ് ആ ക്ഷേത്രത്തിന് വൈദ്യനാഥ ക്ഷേത്രം എന്നൊരു പേര് കൂടി വന്നത്. ഈ ക്ഷേത്രത്തിലേക്ക് നമുക്ക് യാത്ര ചെയ്യാം. നമ്മുടെ ജീവിതത്തിൽ ആ ഒരു ശിവശക്തി ചൈതന്യം കാണാൻ സാധിക്കുന്ന ഒരു മഹാഭാഗ്യമാണ്. അങ്ങനെ നവംബർ 11 നമ്മൾ യാത്ര തുടങ്ങി. വൈദ്യനാഥ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി. പിന്നീട് അവിടെ നിന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത് വളരെ പ്രസിദ്ധമായ ചില ശക്തിപീഠങ്ങളിലേക്കാണ്. ശക്തിപീഠങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി കാണാം. സതീദേവി മരിച്ചപ്പോൾ ആ സതീദേവിയുടെ ശരീര അവയവങ്ങളുടെ ഭാഗങ്ങൾ വീണ ഭാഗമാണ് ശക്തിപീഠങ്ങളെന്നാണ് ഒരു വിശ്വാസം. ഏതായാലും ജാർഖണ്ഡിലും ബീഹാറിലും കൽക്കത്തയിലേക്ക് പോകുന്ന വഴിക്കും ആ റൂട്ടിലൂടെയാണ് നമുക്ക് യാത്ര ചെയ്യേണ്ടത്. അവിടെ നിരവധി ശക്തിപീഠങ്ങളുണ്ട്. അതിലേറ്റവും പ്രസിദ്ധമാണ് ഏറ്റവും ശക്തിമത്തായ
താരാപീഠം. അപ്പോൾ അവിടെ നമ്മൾ പോകുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീട് ചിന്നമസ്ത മറ്റൊരു ദേവീ ക്ഷേത്രമാണ്. വളരെ ശക്തിമത്തായ ദേവീ ക്ഷേത്രങ്ങളാണത്. അതുപോലെ മറ്റൊന്നാണ് നളദേശ്വരി ദേവീ ക്ഷേത്രം. ഇങ്ങനെ നിരവധി ക്ഷേത്രങ്ങളൊക്കെ ദർശിച്ച് നാം കൽക്കത്തയിലെത്തും. കൽക്കത്തയിലെത്തി അവിടെ നിങ്ങൾക്കറിയാം കാളിഘട്ട് മറ്റൊരു ശക്തി ദേവിയുടെ ക്ഷേത്രമാണ്. അത് കഴിഞ്ഞ് രാമകൃഷ്ണ പരമഹംസരുടെ തപസ്സുകൊണ്ട് പവിത്രമായ ഭഗവാന്റെ ദക്ഷിണേശ്വരം കാളീക്ഷേത്രം, അത് കഴിഞ്ഞ് രാമകൃഷ്ണ പരമഹംസൻ്റെയും ഏറ്റവും ഭാരതത്തിന് ആധ്യാത്മിക ചൈതന്യം നിറഞ്ഞ് പ്രകാശിപ്പിച്ച വിവേകാനന്ദ സ്വാമികളുടെയും സമാധിസ്ഥലമായ ബേലൂർ മഠ്, ശാരദാദേവിയുടെ സമാധിസ്ഥലം, അവിടെയൊക്കെ ദർശനം നടത്തി നാം മായാപൂരുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രം കാണാൻ പോകും. നിങ്ങൾ ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ചൊക്കെ കേട്ട് കാണും. ഭാരതത്തിൽ ഭക്തിപ്രസ്ഥാനം വളർത്തിയ ഭഗവാന്റെ തന്നെ മറ്റൊരു അവതാര സ്വരൂപനായിരുന്നു ചൈതന്യ മഹാപ്രഭു. ചൈതന്യ മഹാപ്രഭുവിൻ്റെ ജന്മം കൊണ്ട് പവിത്രമായ മായാപൂരിൽ നാം പോവും. അവിടെ മായാപൂരിലെ ഏറ്റവും പ്രസിദ്ധമായ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം കണ്ട് പിന്നീട് ഗംഗാസാഗര സംഗമ പുണ്യസ്ഥലം നാം കാണും. അതായത് ഗംഗാദേവി സാഗരത്തിലേക്ക് ചേരുന്ന ആ സ്ഥലത്തെ ഭാരതീയരെ ഏറ്റവും പവിത്രമായ സ്ഥലമായിട്ടാണ് കാണുന്നത്. നമുക്ക് ആദിശങ്കരാചാര്യ സ്വാമികളുടെ ഭജഗോവിന്ദത്തിലും കാണാം കുരുതേ ഗംഗാ സാഗര ഗമനം. അതായത് ഗംഗ സാഗരത്തിലേക്ക് ചേരുന്ന ആ സ്ഥലം ഏറ്റവും പുണ്യപവിത്രമാണെന്നാണ്. അതായത് നാം അവിടെ സ്നാനം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ 7 തലമുറകൾക്കുള്ള പുണ്യം കിട്ടും എന്നൊക്കെയാണ് ആളുകളുടെ വിശ്വാസം. അതുകൊണ്ട് മരിച്ചവർക്ക് വേണ്ടിയുള്ള തർപ്പണം ചെയ്യാൻ ആളുകൾ അവിടെ പോകും. കയ്യിൽ വെള്ളമെടുത്ത് പിതൃക്കളെ ഓർത്തുകൊണ്ട് അവിടെ പിതൃതർപ്പണം ചെയ്യുമ്പോൾ അത് പിതൃക്കൾക്ക് ഏറ്റവും അനുഗ്രഹമായി തീരുമെന്നൊക്കെയാണ് ജനങ്ങളുടെ വിശ്വാസം. അവിടെ പോകുമ്പോൾ നിങ്ങൾക്ക് കാണാം എന്താണ് അവിടുത്തെ തിരക്ക് എന്നുള്ളത്. ഏതായാലും ഈ സ്ഥലങ്ങളിലൂടെയാണ് നാം യാത്ര ചെയ്യുന്നത്. നവംബർ 11 നാം ദിയോഗറിൽ നിന്ന് യാത്ര ആരംഭിച്ച് നവംബർ 18 നാം തിരിച്ചു പോരുന്ന വിധത്തിലാണ് ഈ യാത്ര ഒരുക്കിയിട്ടുള്ളത്. ട്രെയിനിലൂടെയും അതുപോലെ ഫ്ലൈറ്റിലൂടെയും യാത്ര ചെയ്യാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ യാത്രയിൽ താല്പര്യമുള്ളവർ വിളിക്കേണ്ട നമ്പർ 8281886111. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8281886111. മറ്റൊരു നമ്പർ 9497033999. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9497033999. മറ്റൊരു നമ്പർ കൂടി പറയാം, 8281882111. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8281882111. എല്ലാവർക്കും ഈ യാത്രയിലേക്ക് സ്വാഗതം. നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ മഹാഭാഗ്യമാണ് നമ്മുടെ പുരാണങ്ങളിൽ പറയുന്ന പുണ്യപവിത്ര ക്ഷേത്ര സ്ഥലങ്ങൾ ഒരേ മനസ്സോടെ ഭക്തിഭാവത്തോടെ ഒരേ ഹൃദയത്തോടെ എല്ലാം മറന്ന് ദൈവീക ചൈതന്യത്തിൽ മുഴുകി യാത്ര ചെയ്യാൻ സാധിക്കുക എന്നത്. എല്ലാവർക്കും സ്വാഗതം. ഹരി ഓം, പ്രണാമം.